ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനെ ഗണേ. കള്ള ബേടുവ. ഈ കള്ള സ്വാമിയെ വിളിച്ച് അതുല്യനായ ആ കലാകാരന്റെ അന്ത്യകർമ്മങ്ങൾക്ക് കർമ്മിയാക്കിയവന്മാര് സത്യം പറഞ്ഞ ആ മനുഷ്യനോട്, അവിടെ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ആ പാവത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ഇതുപോലുള്ള കള്ളന്മാരൊക്കെ കർമ്മിയായി നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്ത? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾ പറ. ഈ കള്ളസ്വാമി ഇവൻ കള്ളരാണെന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിവാസൻ സാറിന് അറിയാമായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സ്വാമിയെ പറ്റി പല പോസ്റ്റുകളും ഞാൻ കണ്ടു. ഞാനത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ ഇന്ന് ശ്രീനിവാസൻ സാറിനെ 15 വർഷമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ്, ഈ സ്വാമി കള്ളനായിരുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീനിവാസൻ സാറ് ആ ഒരു വ്യക്തിയോട്, ഒരു ഡയറക്ടറാണ്, പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. നിങ്ങൾ ആലോചിക്കണം, ശ്രീനിവാസൻ സാറിന് തന്നെ അറിയാമായിരുന്നു ഈ നാറി ഒരു കള്ളനാണെന്ന്. അവൻ തന്നെ പുള്ളിയുടെ അന്ത്യകർമ്മങ്ങൾക്ക്, ശ്രീനിവാസൻ സാറിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് കർമ്മിയായി മാറിയപ്പോൾ പുള്ളിയുടെ ആത്മാവ് എന്തോരം വേദനിച്ച് കാണും. ഈ സ്വാമിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതായത് ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്ക്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. ആദ്യമേ ഈ സുനിൽ സ്വാമി ആരാണെന്ന് നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് ബാക്കി. ആരാണ് ഈ സുനിൽ സ്വാമി എന്ന് കൂടി നമുക്കൊന്ന് വളരെ വേഗം ഒന്ന് പരിശോധിച്ചിട്ട് വരാം. സുനിൽ സ്വാമി എന്ന് പറയുന്നത് പാലക്കാട് ചേർപ്പുള സ്വദേശിയാണ്. ചേർപ്പുളശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. സ്ഥിരതാമസം കൊല്ലത്താണ് സുനിൽ സ്വാമിയുടെ. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ വ്യവസായ സാമ്രാജ്യമൊക്കെ ഈ സുനിൽ സ്വാമിക്കുണ്ട്. TMT കമ്പനിയുണ്ട്. കശുവണ്ടി കയറ്റുമതി പ്രധാന വ്യവസായമാണ്. പക്ഷേ ഇദ്ദേഹം ഒരു കേസിൽ തുടർച്ചയായിട്ട് ആരോപണ വിധേയനായിരുന്നു കേട്ടോ. നിർമ്മാല്യം മുതൽ നടയടപ്പ് വരെ അയ്യപ്പനെ തൊഴുന്ന ഭക്തനാണ്. സുനിൽ സ്വാമി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന് തികഞ്ഞ അയ്യപ്പ ഭക്തി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ബാക്കി കേൾക്കാം. അതിനു മുമ്പ് ഒരു സംശയം, ഇവൻ സ്വാമിയാണോ അതോ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ബിസിനസ് മാൻ ആണോ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. കേട്ടല്ലോ അവൻ എന്തൊക്കെയാ ഉള്ളതെന്ന്. അവൻ ചാമിയോ? ബാക്കി കേൾക്കാം. ശബരിമലയിലെ നിത്യപൂജാ ചെലവുകൾ വഹിക്കുന്നത് സുനിൽ എന്നുള്ള ഒരു പ്രചാരണമുണ്ട്. അത് കാരണം ദേവസ്വം ബോർഡിലെ പല ആളുകളും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കാറില്ല. കോവിലിനടുത്ത് നിന്ന് ദർശനം നടത്താനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കും. ഗോശാല വഹിക്കുന്നതും സുനിൽ സ്വാമിയാണ്. അങ്ങനെ വഹിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും സുനിൽ സ്വാമിക്ക് ഇല്ല. കാരണം അതിനൊക്കെ ദേവസ്വം ബോർഡിന് വരുമാനമുണ്ട്. ബാർക്കോഴ വിവാദത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ പേര് കേട്ടത്. അന്ന് ബാറുടമകൾക്ക് 5 കോടി രൂപ നൽകിയതായിട്ട് അന്ന് ആരോപണമുണ്ടായിരുന്നു. അതാണ് സുനിൽ സ്വാമിയെ വാർത്തകളിൽ അന്ന് നിറച്ചു നിർത്തിയത്. ശബരിമലയിലെ ഡോണർ ഹൗസിലെ 401ാമത്തെ മുറിയാണ് 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സുനിൽ സ്വാമി. സാധാരണ രീതിയിൽ അതിൻ്റെ ചട്ടമെന്ന് പറയുന്നത് ഡോണർ റൂമുകളിൽ സീസണിൽ 5 ദിവസം വരെ സൗജന്യമായി താമസിക്കാം. 5 ദിവസം, അതായത് നിങ്ങളുടെ ഒരു ഡോണർ റൂം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൂം ഇപ്പോൾ ഡോണർ റൂമായിട്ട് ഒരു നിശ്ചിത പൈസ അടച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് നിങ്ങളാണ് വഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡോണർ റൂം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം വരെ സൗജന്യമായിട്ട് സീസണിൽ അവിടെ താമസിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 10 ദിവസം വരെ വാടക അടച്ചും അതിനുള്ളിൽ തന്നെ താമസിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ബാക്കി ഭക്തർ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഭക്തർക്ക് മതി, കൂടുതലൊന്നും വേണ്ട. കേട്ടല്ലോ നിങ്ങൾ, ആവശ്യത്തിനുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഉള്ളൊരു സംശയം, ഈ സുനിൽ സ്വാമി ഇയാളെങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ വന്ന് ശ്രീനിവാസൻ സാറിൻ്റെ അന്ത്യകർമ്മങ്ങളുടെ അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കർമ്മിയായി ഇയാൾ എങ്ങനെ മാറി? ആരാണ് ഇയാളെ വിളിച്ചത്? അതാണ് ആദ്യത്തെ ചോദ്യം. ആരെങ്കിലും വിളിച്ചിട്ട് വന്ന് കയറിയതാണോ അതോ തന്നെ വന്നങ്ങ് കയറി ആണോ? എങ്ങനെയായിരിക്കും അത്? എന്തായാലും ധ്യാൻ ശ്രീനിവാസനോ അല്ലെങ്കിൽ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ, ഇവര് 3 പേരും നിന്നിട്ടായിരിക്കില്ല എന്തായാലും ഈ ഒരു വ്യക്തി അന്ന് കൊണ്ടുവന്നത്. കാരണം അവരുടെയൊക്കെ മാനസികാവസ്ഥ വെച്ച് ഒരിക്കലും അന്ന് ആരാണ് അവിടെ കർമ്മങ്ങൾ ചെയ്യാൻ വരേണ്ടത് ഇതൊന്നും തീരുമാനിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇവനെ പോലുള്ളൊരു കള്ളനെ? കേട്ടല്ലോ, ചാമിയ, അവനില്ലാത്ത ബിസിനസ് ഒന്നുമില്ല. ഇവനെ ആരായിരിക്കും അവിടെ കൊണ്ടുവന്നത്? എന്തിനു കൊണ്ടുവന്നു? കുറച്ച് ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ടോ? എന്തായാലും ഇപ്പം നമ്മുടെ എന്താണ് ബാബുസ്വാമി ട്രെൻഡിങ് ഒക്കെ കഴിയാറായി. അപ്പോഴത്തേക്ക് അടുത്ത ട്രെൻഡിന് വേണ്ടി കയറിയതാണോ സുനിൽ സ്വാമി? ഇനി
ശ്രീനിവാസൻ സാറിനെ തന്നെ 15 വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനതൊന്ന് വായിച്ചു തരാം. നിങ്ങൾ കണ്ടോ? ഞാനിവിടെ സൈഡിൽ കാണിക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. PG പ്രേംലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരിക്കൽ ശ്രീനിയേട്ടനോടൊപ്പം കണ്ടനാട്ടെ വീട്ടിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ പെരുകി വരുന്ന ആൾ ദൈവങ്ങൾ സംസാര വിഷയമായി. 2008 VS-ന്റെ കാലത്ത് സന്തോഷ് മാധവനിൽ തുടങ്ങിയ ചില ആൾ ദൈവങ്ങളെ പിടിച്ച് അകത്തിട്ട ധീരത പിന്നീട് വന്ന ഗവൺമെന്റുകളൊന്നും കാണിക്കാത്തത് കൊണ്ടാണ് നാട്ടിൽ വീണ്ടും ആൾ ദൈവങ്ങളുടെ ചാകരയാണെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞു. മതങ്ങളെയും വിശ്വാസ കച്ചവടത്തെയും ഒക്കെ മുൻനിർത്തി ഒരു സിനിമ ശ്രീനിയേട്ടൻ എഴുതണമെന്ന് ഞാനും പറഞ്ഞു. ഒരു താരതമ്യം നടത്താൻ പറ്റുന്ന ഒരു ബാക്ക് ഡ്രോപ്പിൽ കഥ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെ മതവിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് കൊള്ളാമല്ലോ എന്ന് ശ്രീനിയേട്ടൻ ചിരിച്ചു. അന്ന് സംഭാഷണ മധ്യേ പിന്നീട് അകത്തിടേണ്ടവരും ആൾ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കടന്നു വന്ന ഒരു പേരാണ് മുതലമടയിലെ സുനിൽ ചാമി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കർമ്മികനെ പോലെ അരങ്ങേറുമെന്ന് ശ്രീനിയേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. സത്യം, അന്ന് അവിടെ ദൃക്സാക്ഷിയായി നിൽക്കുമ്പോൾ ശ്രീനിയേട്ടൻ എഴുതാതെ പോയ ഏറ്റവും ട്രാജിക്കായ ഒരു സോഷ്യൽ സറ്റയർ രംഗം പോലെ ആ കാഴ്ച അനുഭവപ്പെടുകയായിരുന്നു. ശ്രീനിയേട്ടൻ്റെ ഏറ്റവും വലിയ സ്നേഹവും വിശ്വാസവും വിമല ചേച്ചിയായിരുന്നു. എന്നോടുള്ള ഇവളുടെ സ്നേഹം കാണുമ്പോൾ ഇവളെ പോലെ ഒരെണ്ണത്തെ കൂടി കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഇരട്ടി സ്നേഹം കിട്ടുമല്ലോ. പ്രേംലാലു കാര്യമായി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ശ്രീനിയേട്ടൻ ഉറക്കെ ചിരിച്ചു ഒരു ദിവസം. സ്വയം ഒരാളെ ഇതുവരെ അന്വേഷിച്ച് കിട്ടാത്ത പ്രേംലാല ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ നടക്കുന്നത് എന്ന് വിമല ചേച്ചി എന്നെയും ചേർത്ത് പകരം ട്രോളി. മറ്റൊരിക്കൽ ഞാനും ശ്രീനിയേട്ടനും അകത്തിരിക്കുമ്പോൾ ഒരു അമ്പലത്തിലെ പറയെടുപ്പോ മറ്റോ പുറത്തു വന്നു. അത് കഴിഞ്ഞ് വിമല ചേച്ചി അകത്തു വന്ന് ശ്രീനിയേട്ടന്റെ നെറ്റിയിൽ പ്രസാദം തൊടുവിച്ച് അടുക്കളയിലേക്ക് പോയി. ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നത് കൊണ്ട് ശ്രീനിയേട്ടൻ പറഞ്ഞു, മായ്ച്ചു കളയാൻ വയ്യ, വിമല തൊട്ടതല്ലേ. 15 വർഷത്തെ സൗഹൃദത്തിനിടയിൽ 100 കണക്കായ അവസരങ്ങളിൽ ശ്രീനിയേട്ടനോടൊപ്പം ഇരുന്ന് രാഷ്ട്രീയവും മതങ്ങളും ആൾ ദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും മലയാളിയുടെ കാപട്യങ്ങളും പുരോഗമന നാട്യങ്ങളും ഒക്കെ ഹാസ്യാത്മകമായി വിമർശിക്കപ്പെട്ട അതേ അകത്തളത്തിൽ മരണാനന്തര ചടങ്ങുകളിലെ നിരർത്ഥതയെ കുറിച്ച് പറഞ്ഞ് ഉറക്കെ ചിരിച്ചിട്ടുള്ള അതേ ശ്രീനിയേട്ടന്റെ അവസാന ചടങ്ങിൽ മന്ത്രങ്ങളും കർമ്മങ്ങളും അരങ്ങേറുമ്പോൾ അവിടെയും ഞാൻ കാതിൽ ശ്രീനിയേട്ടനെ ചെറുചിരിയുടെ പിന്തുണയോടെ കേട്ടു. വിമലയുടെ ഇഷ്ടമല്ലേ, നടക്കട്ടെ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ബാക്കി വായിച്ച് തീർക്കാം, എന്നിട്ട് നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യരെ ശ്രീനിയേട്ടൻ മുമ്പേ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് അവകാശപ്പെട്ട് മൃതശരീരം ഏറ്റെടുക്കാൻ മത്സരിച്ച് ഇടിച്ചു കയറി വരുന്ന രാഷ്ട്രീയക്കാരെ സന്ദേശത്തിൽ നാം കണ്ടതാണല്ലോ. ഈ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, മറിച്ച് ഒരു ഫ്രോഡ് സ്വാമിയായിരുന്നു എന്നു മാത്രം. താൻ എഴുതിയ പഴയ രംഗത്തിലെ കഥാപാത്രങ്ങളെ വെച്ചുമാറി മൂകസാക്ഷിയായി കിടന്നു തൻ്റെ അവസാന രംഗത്തിൽ ശ്രീനിയേട്ടൻ. ലോകത്തെ ട്രോളിയും സ്വയം ട്രോളിയും ഒരു ജീനിയസിൻ്റെ സറ്റേറിക്കൽ ലാസ്റ്റ് ഷോട്ട്. സത്യം പറഞ്ഞാൽ ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ രണ്ടാമതാണ് വായിക്കുന്നത്. ആദ്യം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം തോന്നി. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം, ഈ ഒരു പ്രേംലാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയോട്, ഇത് എഴുതിയ ആ ഒരു വ്യക്തിയോട് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കണമെന്ന് തോന്നി. അത് വേറൊന്നുമല്ല, പ്രേംലാൽ ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യം. നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളോടാണ് ശ്രീനിവാസൻ സാർ ആ ഒരു വ്യക്തി, ആ ഒരു കള്ളസ്വാമി എന്നാണ് ശ്രീനിവാസൻ സാർ ആ ഒരു വ്യക്തിയെ ചൂണ്ടി പറഞ്ഞത്. സോ ആ ഒരു കള്ളസ്വാമിയാണ് ശ്രീനിവാസൻ സാറിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് കർമ്മിയായി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് അവിടെ നിന്നപ്പോൾ അറിയാമായിരുന്നല്ലോ. നിങ്ങൾക്ക് തടയാൻ പാടില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഒരു സംസാര വിഷയം അവിടെ എല്ലാവരോടും പറയാമായിരുന്നല്ലോ. ശ്രീനിവാസൻ സാറ് ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് ഇവൻ കള്ളനാണ് എന്നുള്ളൊരു കാര്യം.
നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പറയാമായിരുന്നില്ല. എനിക്കറിയത്തില്ല, ചിലപ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാൾ മരിച്ചു കിടക്കുകയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയാണ്. പക്ഷേ എങ്കിലും ആ ഒരു മനുഷ്യനെ 15 വർഷമായിട്ട് അറിയാവുന്ന ഒരാളല്ലേ നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു സംശയം. ചിലപ്പോൾ ഞാൻ ആ ചോദിക്കുന്ന സംശയം വളരെ തെറ്റായിട്ടുള്ളൊരു സംശയമായിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ആ ഒരു സാഹചര്യം നമുക്ക് ഈ പ്രേംലാൽ എന്ന് പറയുന്ന ആൾ പോലും വന്ന് വല്ലാത്തൊരു മാനസാവസ്ഥയിൽ 15 വർഷമായിട്ട് അറിയാവുന്നതല്ലേ. 15 വർഷമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എന്താണെങ്കിലും ഒരുപാട് സങ്കടത്തിൽ ചിലപ്പോൾ ആ പോട്ടെ പുല്ല് എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ പുള്ളി ആ ഒരു കാണുന്ന ആസ് എ ഡയറക്ടർ പുള്ളി കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ്. അതായത് ശ്രീനിവാസൻ സാർ പുള്ളിയുടെ സിനിമയിലൂടെ നമ്മളെ കാണിച്ചു തന്ന സന്ദേശത്തിൽ പോലുള്ള സിനിമകളിലൂടെ നമുക്ക് കാണിച്ചു തന്നൊരു കാര്യം, അതായത് രാഷ്ട്രീയക്കാർ മൃതദേഹങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന, ഇവിടെ അതിന് പകരം, അതാണ് പുള്ളി അവസാനം എഴുതി വെച്ചിരിക്കുന്നത്, ഇവിടെ അതിന് പകരം ഒരു സ്വാമി, മതം. മനസ്സിലായില്ലേ? ആ ഒരു സാധനം, ആ ഒരു രീതിയിലാണ് പുള്ളി അത് വീക്ഷിച്ചത്, അല്ലെങ്കിൽ അതിനെ കണ്ടത്. പക്ഷെ ആ ഒരു സമയത്ത് ശ്രീനിവാസൻ സാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് നിർത്തിക്കണമായിരുന്നു. ഇവനെ പോലുള്ള ശ്രീനിവാസൻ സാറിന് ഇഷ്ടമല്ലാത്തൊരുത്തൻ അവൻ കള്ളനാണെന്ന് ശ്രീനിവാസൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ മനസ്സിൽ എന്നും ആ ഒരു സ്വാമി ഒരു കള്ളനായിരുന്നു. സോ അവനെ പോലുള്ള ഒരുത്തനെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യിപ്പിക്കരുതായിരുന്നു. നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാനും പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ അതിനകത്തെ കീറി മുറിച്ചിട്ട് ഓക്കെ അത് പോട്ടെ സാരമില്ല, അത് അവരുടെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഇവനെ പോലുള്ള സ്വാമിമാരെ ഇനി ഒരുപാടൊന്നും പ്രൊമോട്ട് ചെയ്യല്ലേ. ശരിയാണ് പറഞ്ഞത് ശ്രീനിവാസൻ സാർ 2008 മറ്റേ അവനെയൊക്കെ പിടിച്ചു കണക്കാൻ ഇടയ്ക്കുണ്ടായിരുന്നു. ഇതുപോലുള്ള കള്ള സ്വാമിമാരെ തൂക്കിയെടുത്ത് ഇടുമായിരുന്നു. ഇവന്മാരുടെ പീഡനവും മറ്റേത് മറിച്ചതും ഒക്കെ പുറത്തു വരുമായിരുന്നു. ഇപ്പം കുറേ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ കൂടുന്നുമുണ്ട്, ആൾദൈവങ്ങൾ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പക്ഷെ ആൾദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ദൈവത്തിൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ കൈ തൊട്ട ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ കാണും, ഇല്ലെന്നൊന്നും അല്ല. പക്ഷെ എല്ലാവർക്കും അതുപോലെ അങ്ങോട്ട് കിട്ടുവോടെ. ഇതിൻ്റെ പേരിൽ ഉടായ്പ കാണിക്കുന്നവന്മാരും ഉണ്ട്. മനസ്സിലായില്ല? അങ്ങനെയുള്ളവന്മാരെ പൂട്ടണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇവനൊക്കെ ഒരു സ്വാമിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ റിച്ച് ലൈഫ്, പേരിനൊരു ചാമി. മനസ്സിലായോ? പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലതും പുറത്തു വരും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു അതുല്യ കലാകാരനെ പുള്ളിക്ക് ഇഷ്ടമല്ലാതെ, വീണ്ടും ഞാനത് പറയുന്നത്, പുള്ളിയുടെ മനസ്സിൽ കള്ളനെ പോലെ പുള്ളി കണ്ടിരുന്ന ഒരു വ്യക്തി അവൻ അന്ത്യകർമ്മത്തിന് കർമ്മിയായി മാറി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മൊത്തം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.